അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅ്ത സഹല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരവും ആഴമുള്ളതുമായ സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുർ റഹ്മാൻ, ഖുർആനിൻ്റെ മണവാട്ടി. അത്യന്തം കരുണയുള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടും ജിന്നുകളോടുമായി ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഫബിഅയ്യി ആലാഹി റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? ഈ ഒരു ആയത്ത് ഈ സൂറത്തിൽ 31 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഈ ചോദ്യം നമ്മോട് ചോദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഏതാണ് നീ മറന്നത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. നമുക്ക് ചുറ്റും നോക്കൂ, നമ്മുടെ ജീവിതം മുഴുവൻ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. കാണാൻ കണ്ണ്, കേൾക്കാൻ ചെവി, ചിന്തിക്കാൻ മനസ്സ്, സംസാരിക്കാൻ നാവ്, നടന്നു പോകാൻ 2 കാലുകൾ. ഇവയെല്ലാം നാം ഒരു നിമിഷം പോലും സ്വന്തമാക്കി ഉണ്ടാക്കിയവയല്ല. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാനമാണ്. സൂറത്തുൽ ഇബ്രാഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ എണ്ണാൻ ശ്രമിച്ചാലും അവയെ എണ്ണിക്കണക്കാക്കാൻ ആവില്ല എന്ന്. നമ്മുടെ ഓരോ ശ്വാസവും, ആകാശത്തിൻ്റെ, സൂര്യനും ഭൂമിയും, ഭൂമിയിലെ ആഹാരവും വെള്ളവും എല്ലാം അവൻ്റെ കരുണയുടെ അടയാളങ്ങൾ തന്നെയാണ്. എങ്കിലും മനുഷ്യൻ ചിലപ്പോൾ ഈ അനുഗ്രഹങ്ങൾ മറന്നുപോകുന്നു. അവന് സൗഖ്യം കിട്ടുമ്പോൾ, സന്തോഷം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കുന്നവരുണ്ട്. ഇനിയൊരു ദുർഘടം വന്നാലോ, ദുഃഖം വന്നാലോ ആ സമയത്ത് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ നൽകിയ ഈ അനുഗ്രഹങ്ങൾ നിഷേധിക്കാനാണോ, മറക്കാനാണോ? അത് നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നിഷേധിക്കുക എന്നത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ നിഷേധിക്കുകയോ തെറ്റായ വഴികൾ അത് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോഴാണ്. നന്ദി പറയുക എന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും നന്ദി ചെയ്യാൻ സാധിക്കും. നമുക്ക് ലഭിച്ച കണ്ണുകൾ അത് നന്മ കാണാനും, നാവ് എന്നത് ദീൻ പറയാനും, അതായത് നല്ലത് പറയാനും, സത്യം പറയാനും, അതുപോലെ കൈകൾ സഹായിക്കാനും ദാനം ചെയ്യാനും, ഹൃദയം കരുണയ്ക്കും ഉപയോഗിക്കുമ്പോൾ അതുതന്നെയാണ് അള്ളാഹുവിനോടുള്ള നന്ദി എന്നുള്ളത്. ലൈൻ ശകർത്തും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരികയാണ് എന്ന്. നമ്മുടെ ഉമ്മ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ, ആ വിളിക്ക് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലേ, അത് എത്ര വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാവരുടെ ഉമ്മമാർക്കും ആരോഗ്യം, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മയെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിനുള്ള ആ വില മനസ്സിലാകുന്നത്. നമ്മുടെ ഉമ്മ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം പറഞ്ഞു പോകുമ്പോൾ നമുക്കത് തീരാത്ത നഷ്ടം തന്നെയായിരിക്കും അല്ലേ? ആ മഹത്തായ അനുഗ്രഹം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ ഈ ഒരായത്ത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ഈ ഒരായത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നന്ദി പറയുക, അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക, അവ നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തുക. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട മുത്തുമണികളാണ് ഈ ഒരായത്ത്. അൽഹംദുലില്ലാ 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 നിഅമത്തല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ അവൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നവരാകട്ടെ. ഒരു പ്രാർത്ഥന ഞാൻ പറയാം. അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീന ലിനിഅമക അദ്കിരീന ലി ആലായിക. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന്. ഒരു സംഭവം ഞാൻ ഇവിടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയുകയാണ്, എനിക്ക് കുറേ അനുഗ്രഹങ്ങളുണ്ട്, എനിക്ക് കുറേ സമ്പത്തുണ്ട്, ആ സമ്പത്തെല്ലാം എനിക്ക് നൽകിയത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മാത്രം കഴിവ് കൊണ്ടാണ് എന്ന്.
ഒരിക്കൽ അയാൾക്ക് കണ്ണ് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കാണാൻ വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനത്തിനിടെ അയാളോട് ചോദിക്കുകയാണ്, നിനക്ക് കണ്ണ് കാഴ്ച കിട്ടാനായിട്ട് നിന്റെ ഈ സമ്പത്ത് കംപ്ലീറ്റും, നിന്റെ അനുഗ്രഹങ്ങൾ കംപ്ലീറ്റും നീ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് സമ്പത്ത് കിട്ടുമെന്ന് പറയുമ്പോൾ നീ അത് കൊടുക്കുമോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടി എൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് ഇത്രയും നാളും കാഴ്ച ഉണ്ടായിരുന്നില്ലേ? ആ കാഴ്ചയ്ക്ക് നീ അള്ളാഹുവിനോട് നീ നന്ദി കാണിച്ചോ എന്ന്. അപ്പോൾ അയാൾ അത് കേട്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് നന്ദി എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയത്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി ചെയ്തോ, നമ്മൾ നന്ദിയുള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആയത്ത് ഈ എന്നൊരു ആയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.